നബിയുടെ ജാറമെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ്, കള്ളമാണ്. പുണ്യ നബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം. അല്ലാഹു അതിനെ തകർക്കുമാറാകട്ടെ. ഫോട്ടോ എടുക്കാൻ ഒരാൾക്കും അതിനകത്തോട്ട് കടക്കാൻ നൂറ്റാണ്ടുകളായിട്ട് കഴിയാത്ത വിധം അത് മതിൽക്കെട്ടുകൾക്കകത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ചരിത്രം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഒരു സംശയം പോലും ആർക്കുമില്ലാത്ത വിധം ലളിതമായ മണൽപ്പരപ്പിലാണ് ഈ 3 ഖബറുകളെന്ന് കഴിഞ്ഞ 1400 കൊല്ലം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇന്നോളം ഉണ്ടായിട്ടില്ല. അതിലൊരു ഖബർ, ലളിതമായ ഖബർ, ഉമറിന്റെ ഖബർ. ഇനി ഒരു ഖബറിന് ഇടമുണ്ട്. അത് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഒരു സഹാബിക്ക് വേണ്ടി കരുതി വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ആ സഹാബിക്ക് ക്ഷണം നൽകി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അബ്ദുറഹ്മാൻ ആ ക്ഷണം നിരസിച്ചു. അവിടെ വന്ന് കിടക്കാൻ മാത്രം ഞാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാനില്ല. ഞാൻ ബഖീയിൽ അബൂ തൽഹയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ജീവിതകാലത്ത്. അബൂ തൽഹയുടെ ഖബറിനടുത്ത് തന്നെ എനിക്കൊരു ഖബർ കുഴിച്ചുകൊള്ളാം. അതുകൊണ്ട് ബാക്കി വെച്ച ആ 4ാമത്തെ ഖബറിന്റെ അവകാശി ഖിയാമത്ത് നാളിൽ ദമാസ്കസിൽ സിറിയയുടെ തലസ്ഥാനത്ത് ഏറ്റവും വലിയ ജാമിഅ മസ്ജിദിന്റെ കിഴക്കേ വെള്ളമിനാരത്തിൽ 2 മലക്കിന്റെ ചിറകിന്മേൽ മസീഹ് ഈസാ ഇബ്നു മറിയം ഇറങ്ങി വരികയും ഈസാ ഇബ്നു മറിയം വിവാഹം ചെയ്യുകയും മക്കളുണ്ടാവുകയും മരണപ്പെടുകയും എന്റെ കൂടെ ഖബറടക്കപ്പെടുകയും എന്നോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹെ മക്ക കെ ജൽവേ മാനാ കെ അച്ഛേ. മക്കയുടെ പ്രകാശം ഉന്നതം തന്നെയാണ്, അത് അംഗീകരിച്ചു. മഗർ ഹേ മദീനേ കി അസ്മത് കെ സദഖേ. പക്ഷേ മദീനയുടെ മഹത്വത്തിന്റെ പുണ്യത്തിലാണത്. ക്യോങ്കി ഇസ്തഹേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായിട്ടാണ് ഇതിനുള്ള ബന്ധമുള്ളതിന്റെ മുസ്തഫയുടെ വ്യക്തിത്വവുമായിട്ടാണ് ബന്ധം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് ചെയ്യുമ്പോൾ അറിയാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് വരരുത് എന്ന് സൃഷ്ടാവായ യുക്തിമാനായ റബ്ബുൽ ഇസ്സത്ത് റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാർ. ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ്, ഏക ദൈവത്വത്തിന്റെ അസ്തിവാരമില്ല.